ഇന്നുണ്ടാക്കുന്നത് ഫോർച്യൂൺ റൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ, 2 അല്ലി വെളുത്തുള്ളി, സ്വീറ്റ് കോൺ വന്നിട്ട് ഫ്രഷ് സ്വീറ്റ് കോൺ ആണ് കേട്ടോ. പിന്നെ കുറച്ച് പനീർ. പച്ചക്കറികളെല്ലാം ഒരേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പച്ചക്കറികളൊക്കെ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ട സമയം മാത്രമേ വേണ്ടൂ. പിന്നെ ചോറും നമ്മൾ മുമ്പേ തന്നെ വേവിച്ച് വയ്ക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേണ്ടത് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റാർ അനീസ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ സ്റ്റാർ അനീസ് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ എല്ലാ പച്ചക്കറികളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനീർ ഇപ്പോൾ ചേർക്കേണ്ട, ബാക്കി എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികളൊക്കെ വഴറ്റുമ്പോൾ തീ നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടിങ്ങനെ വഴറ്റുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് നേരം കൂടെ ഒന്നിങ്ങനെ വഴറ്റാം. ഇതേപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീറും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏതാണ്ട് 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് വഴറ്റിയാൽ മതി. പനീർ ഇതിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കണം. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. അതല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഒഴിക്കാം. പിന്നെ വേണ്ടത് റെഡ് ചില്ലി സോസ്, ഇത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കുക. സോസുകളും ഈ പച്ചക്കറികളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്റ്റാർ അനീസ് എടുത്ത് കളയാം കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഫ്ലേവറൊക്കെ ഇതിന് വന്നിട്ടുണ്ടാവും. നമുക്ക് ഈ സ്റ്റാർ അനീസ് എടുത്ത് മാറ്റാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ പച്ചക്കറിയും അതുപോലെ പനീറൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ഡ്രൈ ആയി പോവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റണ വരെ മാത്രം നേരം അങ്ങനെ വെക്കാം. മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, തുറന്നിട്ട് തന്നെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ പനീറൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, വെള്ളമൊക്കെ വറ്റുകയും ചെയ്യും. ഇപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ല പച്ചക്കറികളും പനീറൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് സെല്ല റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ് ഈ റൈസിന്. ബാസ്മതി റൈസ് പോലെയല്ല, നല്ല വ്യത്യാസമുണ്ട്. വേവാൻ പക്ഷേ കുറച്ച് സമയം പിടിക്കും. ഒരു 10 മിനിറ്റൊക്കെ എന്തായാലും വേവാനായിട്ട്. പിന്നെ വെന്താൽ തന്നെ ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോകുമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, സെല്ല റൈസ് തന്നെ വൈറ്റ് സെല്ലയും ഉണ്ട്, ഗോൾഡൻ സെല്ലയും ഉണ്ട്. അപ്പോൾ ഇത് വൈറ്റ് സെല്ല റൈസാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സാക്കുക. അപ്പോൾ അതേപോലെ നന്നായിട്ട് മിക്സാക്കുക. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. ഒരു സലാഡ് കൂടെ ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാം. ഇനിയിപ്പോൾ കൂടെ കറി വേണമെന്നുണ്ടെങ്കിൽ മഞ്ചൂരിയൻ സ്റ്റൈലിലുള്ള കറികളൊക്കെ നന്നായിട്ട് ചേരും. ഇതിപ്പോൾ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടാം. അതല്ലെങ്കിൽ ഇപ്പോൾ വല്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ കുറച്ച് വ്യത്യാസമായിട്ട് റൈസ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. എപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസ്, ഫോർച്യൂൺ റൈസ്, വെജ് ഫോർച്യൂൺ റൈസ് റെഡി. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ചെയ്യാം. മുട്ട ചേർത്ത് കൊടുക്കാം, ചിക്കൻ ചേർത്ത് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.